ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലെ സ്പെഷ്യൽ ലോഞ്ചസിൽ നോയ്സ് ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് വാച്ച് ആണ് നോയ്സ് കളർഫിറ്റ് ബ്രയോ. ഞാനിത് അന്ന് വാങ്ങിച്ചതാണ്, എന്നാൽ ഇതുവരെയ്ക്കും അങ്ങോട്ട് അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3000 രൂപ കൊടുത്ത് നമ്മളിത് വാങ്ങിക്കണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിൻ്റെ ലോഗോ, വാച്ചിൻ്റെ ഫോട്ടോ, കളർഫിറ്റ് ബ്രയോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിറകിൽ നോക്കുവാണെങ്കിൽ 1.52 IPS LCD 360 400 പിക്സൽ റെസൊല്യൂഷൻ, സ്മാർട്ട് DND, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, സ്ട്രെസ് മോണിറ്ററിംഗ്, 50 സ്പോർട്സ് മോഡ്സ്, IP68 വാട്ടർ പ്രൂഫ്, കോൾ ആൻഡ് SMS ക്വിക്ക് റിപ്ലൈ, 10 days ബാറ്ററി ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. Noisefitൻ്റെ ആപ്പുമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ August 2021, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 5999 രൂപയാണ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2999 രൂപയും ഓഫർ സമയങ്ങളിൽ നമുക്കിത് 2499 ലഭ്യമാകുന്നതാണ്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഇതല്ലാണ്ട് ഗ്രേ, അതുപോലെ തന്നെ പിങ്ക് എന്നിങ്ങനെ മറ്റ് 2 കളേഴ്സിൽ കൂടി അവൈലബിൾ ആണ്. ഏതാണെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി പൊട്ടിക്കുവാണെങ്കിൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി പാടെന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യേണ്ട. യെസ്, നോയ്സിൻ്റെ ലോഗോ വെച്ചിട്ടൊരു എക്സ്ട്രാ ഒരു ബോക്സ് കാണാം. അതിനകത്ത് ആക്ച്വലി വീണ്ടും ഒരു ബോക്സ്. അതിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യൂസർ ഗൈഡും അതും ഇതുമൊക്കെയാണ്. ഇപ്പോൾ പിന്നെ പൊതുവേ ഇതുപോലെയൊന്നും അല്ലാതാണ്, നോയ്സിൻ്റെ സ്റ്റിക്കർ വരെ ഉണ്ട്. ഇപ്പോഴത്തെ ഇതുപോലൊരു ബോക്സ് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം കാലിബർ നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത സമയത്ത് കണ്ടായിരുന്നു. അപ്പോൾ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. വാച്ചിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരു ചാർജിങ് കേബിൾ മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നും തന്നെ ഇല്ല ആക്സസറീസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. 1.52 ഇഞ്ച് IPS LCD ട്രൂ വ്യൂ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിറകിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സെൻസേഴ്സും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജിങ് ഡോക്കും ഒക്കെ ഉണ്ട്. കൂടാതെ വലത് സൈഡിൽ നമുക്കൊരു ബട്ടനും ഒക്കെ ഉണ്ട്. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ ലൈറ്റ് ആൻഡ് സ്ലിം ഡിസൈൻ തന്നെയാണ്. വെറും 9 mm തിക്നെസ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 30 ഗ്രാം മാത്രമാണ് ഈ ഒരു ഡയലിന്റെ വെയിറ്റ്. കൂടാതെ സ്റ്റാപ്പ് കൂടെയൊക്കെ വെച്ചിട്ടൊരു 34 ഗ്രാംസ് മാത്രമേ ഉള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ എന്തായാലും ഒരു 1.52 ആയതുകൊണ്ട് തന്നെ ചെറിയ കൈകളുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു സംഭവമായിരിക്കും. ഇനി സ്ട്രാപ്പ് നോക്കുകയാണെങ്കിൽ സ്ട്രാപ്പിലും അങ്ങനെ വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ട്രാപ്പ് തന്നെയാണ്. നോയ്സിന്റെ ലോഗോ പൊതുവെ എല്ലാത്തിലും കാണുന്ന പോലെ അവരിൽ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 20 mm സ്ട്രാപ്പ് സൈസ് ആണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് മറ്റുള്ള കളേഴ്സിലൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ഓൺ ആക്കുമ്പോൾ തന്നെ കണ്ടോ നോയ്സിൻ്റെ ലോഗോ വന്നു. അവിടെ നമുക്ക് ഡൗൺലോഡ് ആൻഡ് പെയർ വിത്ത് ഡിവൈസ് എന്നുള്ളൊരു QR കോഡ് ഉണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോയ്സ്ഫിറ്റ് ആപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ആയിരിക്കും നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പെയർ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ സ്കാനിങ് നിയർ ബൈ ഡിവൈസസ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ ആക്ച്വലി ഈ ഒരു വാച്ച് നമുക്ക് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് QR കോഡ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ എന്തായാലും വാച്ച് കാണിക്കുന്നില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് QR കോഡ് സ്കാൻ ചെയ്തു. കണ്ടോ കളർഫിറ്റ് ബ്രയോ അവിടെ വന്നിട്ടുണ്ട്. യുവർ ഡിവൈസ് ഈസ് പെയറിംഗ്, സിറ്റ് ബാക്ക് ആൻഡ് വെയിറ്റ്, ദിസ് മൈ ടേക്ക് എ വൈൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് പെയർ വിത്ത് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് യെസ് കൊടുത്തു. ആഡഡ് സ്റ്റാർട്ട് യൂസിങ് കൊടുത്തു. ആപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇതിനകത്ത് OTA അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ വാച്ചിൽ ആക്ച്വലി ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ പുതിയൊരു അപ്ഡേറ്റ് കാണാൻ 7 മാസം ആയല്ലോ ഈ ഒരു വാച്ച് ലോഞ്ച് ആയിട്ട്. ഇതുണ്ടോ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റിംഗ് 5%, 6%. അപ്പോൾ വാച്ച് നമ്മുടെ ഫേം വെയർ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 എണ്ണവും കൂടി ഇതിനകത്തുള്ള ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് 5 എണ്ണം ആണെങ്കിൽ പോലും 100-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് അവരുടെ നോയ്സ്ഫിറ്റ് ആപ്പ് വഴി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതൊക്കെ തന്നെ ആ ഒരു ആപ്പ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴേ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ UI നോക്കുകയാണെങ്കിൽ നോയ്സിന്റെ പൊതുവെ മറ്റുള്ള വാച്ചുകളിൽ കാണാൻ സാധിക്കുന്ന ആ സെയിം UI തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും
എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്തിൻ്റെ ലോഗോ ഉണ്ട്. കൂടാതെ 99% ബാറ്ററി ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്വിക്ക് ഐക്കൺസ് ഉണ്ട്, അതായത് പവർ സേവിംഗ് മോഡ്, ഫൈൻഡ് ഫോൺ, അതായത് നമ്മുടെ ഫോൺ ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഒരു അലാറം കേൾക്കുന്നുണ്ടോ, അതായത് ഫൈൻ ഫോൺ, അത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അലാറം അത് അടിച്ചതാണ്. എവിടെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് അറിയാൻ സാധിക്കും ഈ ഒരു സംഭവം കൊണ്ട്. കൂടാതെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ലെവൽ 5 വരെയാണ് ആക്ച്വലി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിമ്മിങ് 1, ഡിമ്മിങ് 2, ഡിമ്മിങ് 3, 4, 5 എന്നൊക്കെ. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിംഗ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇടന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക്, സ്ലീപ്പ്, SpO2, സ്ട്രെസ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ആക്ടിവിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് തന്നെയാണ് സെയിം നമ്മുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിലും ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ്, സ്ട്രെസ്, SpO2, സ്ലീപ്പ്, മ്യൂസിക്. എന്തായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. ആക്ടിവിറ്റി, വർക്കൗട്ട്സ്, സ്പോർട്ട് റെക്കോർഡ്സ്, സ്ലീപ്പ്, SpO2, ഹാർട്ട് റേറ്റ്, വെതർ, ബ്രെത്ത്, റിമൈൻഡേഴ്സ്, മ്യൂസിക്, അലാം, സ്റ്റോപ്പ് വാച്ച്, സ്ട്രെസ്, വേൾഡ് ക്ലോക്ക്, വാച്ച് ഫേസസ്, സെറ്റിംഗ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ സെയിം സാധനമാണ് കാണുന്നത്. അതുപോലെ തന്നെ വർക്കൗട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 50-ൽ പരം സ്പോർട്സ് മോഡ്സ് ഉണ്ട്. അതിപ്പോൾ റണ്ണിങ് ഐറ്റംസിലാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ റണ്ണിങ്, വാക്കിംഗ്, ത്രെഡ്മിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈക്ലിംഗിൽ നോക്കുവാണെങ്കിൽ ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, എല്ലാം കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ സ്പോർട്സ് മോഡ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തതിന് ശേഷം വർക്കൗട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്പോർട്ട് റെക്കോർഡ്സ്, നമ്മൾ വർക്കൗട്ട് ചെയ്തതിൻ്റെ റെക്കോർഡ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീപ്പ്, നമ്മൾ ഇത് ഓണാക്കി ഇട്ടിട്ട് നമ്മൾ കിടക്കുവാണെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങി, അതുപോലെ തന്നെ നമ്മളെ ഡീപ്പ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു, ലൈറ്റ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ SpO2, ഹാർട്ട് റേറ്റ്, വെതർ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥലത്തുള്ള വെതർ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ നോയ്സ്ഫിറ്റ് ആപ്പിൽ പോയിട്ട് ഇനേബിൾ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതൊക്കെ തന്നെ ആ ഒരു നോയ്സ്ഫിറ്റ് ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചിരുന്നതാണ്. കൂടാതെ ബ്രെത്ത്, നിങ്ങൾക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആണെങ്കിൽ ഈ ഒരു ബ്രെത്ത് എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്. കൂടാതെ നമുക്ക് ഫാസ്റ്റ് വേണോ, മോഡറേറ്റ് വേണോ, സ്ലോ വേണോ, അതും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേ പോസ് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യാം, പ്രീവിയസിലേക്ക് പോകാം, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം, അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ അലാറം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് വാച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിങ്, എന്തായാലും ഇതൊക്കെ തന്നെ സെൻസേഴ്സ് കാണിക്കുമ്പോഴത്തേക്ക് കാണിക്കാം. പിന്നെ വേൾഡ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തായാലും ലണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പ് വഴി. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. വാച്ച് ഫേസസിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടല്ലോ, ആ ഒരു മെയിൻ മെനുവിൽ പോയിട്ട് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഏറ്റവും അവസാനം കാണാൻ സാധിക്കുന്നത് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ബ്രൈറ്റ്നസ് ആണ്. ഇപ്പോൾ ടോപ്പിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് കണ്ടോ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം കുറച്ചിടുക, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ബാറ്ററി ചാർജ് തീരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ വൈബ്രേഷനിൽ വരുവാണെങ്കിൽ വൈബ്രേഷൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ ആക്ച്വലി 2-ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് 3-ആക്കാം. അതല്ല ഈ ഒരു വൈബ്രേഷൻ വേണമെങ്കിൽ ഏറ്റവും ലോ ലെവലിലേക്ക് പോകാനും സാധിക്കുന്നതാണ്. കൂടാതെ റിസ്റ്റ് എവൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിൽ ഇതുപോലെ കെട്ടിയതിന് ശേഷം നമ്മൾ കൈയൊക്കെ അങ്ങോട്ട് മാറുവാണെങ്കിൽ ഓഫ് ആവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കുവാണെങ്കിൽ കണ്ടോ ഇതുപോലെ ആക്കുമ്പോഴത്തേക്ക് ഓൺ ആയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ഓട്ടോ സ്ക്രീൻ ഓഫ്. ഞാൻ ഇപ്പോൾ 30 സെക്കൻഡ്സ് ആണ് ഇട്ടേക്കുന്നത്. നമ്മളൊരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ആവശ്യമേ ഉള്ളൂ. കൂടാതെ ഏറ്റവും താഴേക്ക് വരുമ്പോഴത്തേക്ക് ഡിവൈസ് ഇൻഫോ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ വേർഷനും എല്ലാം തന്നെ അവിടെ മോഡൽ നമ്പറും അതൊക്കെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ DND ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്. DND ഉണ്ട്, സ്മാർട്ട് DND ഉണ്ട്. ഈ ഒരു സ്മാർട്ട് DND എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് കയ്യിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് DND ഓട്ടോമാറ്റിക്കലി ഓൺ ആകുന്നതാണ്. അതായത് സ്മാർട്ട് DND ഷോൾ സ്റ്റാർട്ട് ഓൺലി വെൻ വി റിമൂവിങ് ദ വാച്ച് ഫ്രം റിസ്റ്റ്. നമ്മുടെ റിസ്റ്റിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് DND ഓൺ ആവുന്നത്. കൂടാതെ QR കോഡ് ഉണ്ട്, റീബൂട്ട് ഉണ്ട്, പവർ ഓഫ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ സെൻസേഴ്സ് എങ്ങനെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സ്ലീപ്പ് എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റത്തുള്ളൂ. SpO2 ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 99% മെഷർ ആയിട്ടുണ്ട്. മാക്സിമം 99, മിനിമം 99 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഹാർട്ട് റേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ മാക്സിമം 87, മിനിമം 87 എന്നാണ് കാണിക്കുന്നത്. എന്തുമാത്രം ശരിയാണെന്നുള്ളത് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി അടുത്ത സ്ട്രെസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ടാപ്പ് ടു മെഷർ.
അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് 42 നോർമൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മാക്സിമം 42, മിനിമം 42. കഴിഞ്ഞ നമ്മുടെ കാലിബറിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 21 അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സെൻസേഴ്സിന്റെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇതൊക്കെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. മറ്റുള്ളതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്യണം. ഇനി മറ്റുള്ള സവിശേഷത നോക്കുകയാണെങ്കിൽ IP68ന്റെ വാട്ടർ റെസിസ്റ്റന്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 1.5 മീറ്റർ ഡെപ്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് ഡൈവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.0 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കണക്ടിവിറ്റി വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് മൊബൈൽ ഡിവൈസും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റുമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതിലും വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ബാറ്ററി സൈഡ് നോക്കുവാണെങ്കിൽ 180 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 180 mAh നിന്ന് നമുക്ക് 10 ദിവസം ബാറ്ററി ലൈഫ് കിട്ടും. കൂടാതെ 30 ദിവസം സ്റ്റാൻഡ് ബൈയും ഉണ്ട്. 150 mAh 100%ലേക്ക് ചാർജ് ആകാനായിട്ട് 2 മണിക്കൂർ വേണമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 1 വർഷം നമുക്കിന് വാറന്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതേ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും മുകളിലായിട്ട് ടുഡേ 14 May 2022 എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാച്ചിന്റെ ഫോട്ടോയും ഉണ്ട്. കൂടാതെ ചലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നമ്മൾ എത്ര പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നിട്ടുണ്ട്, കാലറീസ് എത്ര ബേൺ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ആക്ച്വലി റൂമിനകത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയത്. അല്ലാണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ട്രെസ് കൗണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ ലെവൽ ഇതൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ സ്ലീപ്പ്, അതായത് ഒരു ദിവസം നമ്മൾ ഇത് കെട്ടിക്കൊണ്ട് കിടന്നാൽ മാത്രമേ ഇവിടെ ആ ഒരു ഡീപ്പ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു, ലൈറ്റ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു, ഇതിനിടയ്ക്ക് നമ്മൾ എപ്പോഴൊക്കെ ഉണർന്നു, ഇതൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ പ്രൊമോഷനാണ്, മറ്റുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കൂടാതെ ആക്ടിവിറ്റി ഉണ്ട്, വാച്ച് ഫേസസ് ഉണ്ട്. വാച്ച് ഫേസസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 100ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് ഇലിസ്ട്രേഷൻ ആണോ ക്രോണോഗ്രാഫ് ആണോ ഏതാണെങ്കിലും നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് വാച്ച് ഫേസ് ലെറ്റ്സ് ഗോ കൊടുക്കണമെന്നുണ്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഫോട്ടോയൊക്കെ വേണമെങ്കിലും ഇവിടെ വാച്ച് ഫേസസിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഇപ്പോൾ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ. കൂടാതെ ഫോൺ കളർ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു അപ്ഡേറ്റ് വാച്ച് ഫേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാച്ചിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് അപ്ഡേറ്റഡ് ആകുന്നതാണ്. ഇനി സെറ്റിംഗ്സിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഞാനിവിടെ സൈൻ അപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ യു ആർ നോട്ട് സൈൻഡ് ഇൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ കളർഫിറ്റ് ബ്രയോ 98% ബാറ്ററി ചാർജ് ഉണ്ടെന്നും, അതുപോലെ തന്നെ ലാസ്റ്റ് സിങ്ക് എപ്പോഴാണ് ചെയ്തത്, കൂടാതെ ഫേം വെയർ വേർഷൻ ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും ഈ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. കൂടാതെ ഐഡിയൽ അലർട്ട് നമുക്ക് ഇവിടെ ഓൺ ആക്കി ഇടാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. 1 മണിക്കൂറിനിടയ്ക്ക് ഇവർ തന്നെ പറയും ഒന്ന് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യൂ, ടേൺ അറൗണ്ട് എന്നൊക്കെ പണ്ട് ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. കൂടാതെ ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് HR നമ്മൾ എപ്പോഴും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ അങ്ങോട്ട് കാണിച്ചു തരും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കി ഇടാം 24/7. കൂടാതെ ഗൂഗിൾ ഫിറ്റ് നമുക്ക് ഇവിടെ ഓൺ ആക്കാം. അതുപോലെ തന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ് നമുക്ക് ഓൺ ആക്കാം. കൂടാതെ സെറ്റ് ഡിവൈസ് ടൈം, ഇപ്പോൾ ഫോർമാറ്റ് അത് വേറെ ഒന്നുമല്ല, ഫോർമാറ്റ് നമുക്ക് 12 hours 24 hours ഏത് വേണമെങ്കിലും ആക്കാം. കൂടാതെ ക്യാമറ ഷട്ടർ ഉണ്ട്. ഈ ഒരു ക്യാമറ ഷട്ടർ നമുക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് ആൻഡ് ടേക്ക് പെർഫെക്റ്റ് ഷോട്ട്സ് ആണ്. അത് നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി, കണ്ടോ അവിടെ ക്യാപ്ചറിങ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് വരും. അതായത് നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ മൊബൈൽ കൊണ്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇത് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വളരെ യൂസ്ഫുൾ തന്നെയാണ്. അതുപോലെ തന്നെ ഫൈൻ ഡിവൈസ് ഉണ്ട്, വെതർ സെറ്റിംഗ്സ് ഉണ്ട്. വെതർ സെറ്റിംഗ്സ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചല്ലോ, വെതർ നമുക്ക് ഇവിടെ അപ്ഡേറ്റഡ് ആവും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് അലേർട്സ്, നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സ്മാർട്ട് വാച്ചിൽ വരണമെന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ഓൺ ആക്കി ഇടാൻ സാധിക്കും. ഇപ്പോൾ SMS ആണെങ്കിൽ SMS ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. കോൾ അലേർട്സ് വേണമെങ്കിൽ അത് നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊക്കെ ആപ്പിൻ്റെ വേണം അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ മൈ അലാംസ് ഉണ്ട്, അത് നമുക്ക് ഇവിടെ വന്നിട്ട് അലാറം സെറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഹാൻഡ് വാഷ് നമുക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം. അതുപോലെ തന്നെ മൈ റിമൈൻഡേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ക്വിക്ക് റിപ്ലൈസ് ഓൾറെഡി നമുക്ക് 5 എണ്ണം അവർ കസ്റ്റം മെയ്ഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കുള്ളൊരു മെസ്സേജ് കസ്റ്റം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും അറ്റ് എ ടൈം നമുക്ക് 5 എണ്ണം മാത്രമേ ഏതാണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് മെസ്സേജിന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൾ വരുന്ന സമയത്ത് നമുക്ക് കോൾ കട്ട് ചെയ്യുന്നതിന് പകരം റിപ്ലൈ ആയിട്ട് ആ ഒരു സംഭവം കൊടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. കൂടാതെ വേൾഡ് ക്ലോക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ലണ്ടൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി ആ ഒരു വാച്ചിൽ സമയത്ത് കണ്ടല്ലോ അല്ലേ. ഇനി അതല്ല മറ്റുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്തിട്ട് ആഡ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ മതി. അവിടെ നിങ്ങൾക്ക് ആ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2019
1999 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് 1999 രൂപയ്ക്ക് വർത്ത് ബൈങ് അല്ല. കാരണം ഇപ്പോൾ 3000 രൂപയ്ക്ക് അല്ലെങ്കിൽ 3500 രൂപയ്ക്ക് ആംബ്ലെറ്റ് ഡിസ്പ്ലേ ഒക്കെ വെച്ച് അല്ലെങ്കിൽ കോളിംഗ് ഫെസിലിറ്റി ഒക്കെ ഉള്ള മറ്റുള്ള പ്രോഡക്റ്റുകൾ ഇവർ തന്നെ നോയ്സിന് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊരു 1999 അല്ലെങ്കിൽ 2200 രൂപയ്ക്ക് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് വർത്ത് ബൈങ് തന്നെയാണ്. ഇനി അതല്ല നോയ്സ് കളർഫിറ്റ് ബ്രയോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാവുന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1.52 ഇഞ്ച് ഡിസ്പ്ലേ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കൈകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. അങ്ങനെയുള്ളവർ വേണമെങ്കിൽ മാത്രം ഒരു 2500 രൂപയ്ക്ക് മാക്സിമം, അതിൽ കൂടുതൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. 2000 രൂപയാണെങ്കിൽ ഇത് ഞാൻ പക്ക പറയുന്നത് വർത്ത് ബൈങ് തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ് കളർഫിറ്റ് ബ്രയോനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.